ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർപ്പൂ സീരിയലിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ദേവിക ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അവിടെ വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ രേവതി അവിടെ വെച്ച് കോൾ ചെയ്ത് കുറച്ച് പൂക്കളുമായി അവിടേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ രേവതി പൂക്കളുമായി അവിടേക്ക് എത്തുകയാണ്. എന്താ കാര്യമെന്ന് അവളോട് ചോദിച്ചപ്പോൾ ഇനി എല്ലാ ദിവസവും ചേച്ചി ഇവിടേക്ക് പൂക്കൾ കൊണ്ടുവരണം, കച്ചവടം കൂടുമെന്നും ചേച്ചിക്ക് ഓർഡർ കിട്ടിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ ദേവിക. അപ്പോൾ ആ സമയം ഡോക്ടറെ കാണാനായിട്ട് നമ്മുടെ ശ്രുതി അതേ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അവരാണെങ്കിൽ ശ്രുതിയെ ദൂരെ നിന്നും കാണുന്നുണ്ട്. പിന്നീട് ശ്രുതി ഡോക്ടറെ കാണാനായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. ശ്രുതി എന്തിനാ ഇവിടേക്ക് വന്നത്, അവൾ എന്തിനാ വന്നതെന്ന് ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവിക റിസപ്ഷനിലേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ പോയില്ലേ ആ ലേഡി, എൻ്റെ റിലേറ്റീവാണ്, അവർ എന്തിനാ വന്നതെന്ന് ദേവിക ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. പ്രോബ്ലം ഒന്നുമില്ല, രണ്ടാമത്തെ പ്രഗ്നൻസി ആകാത്തത് കൊണ്ട് ചെക്കപ്പിന് വന്നതാണെന്ന് അവർ പറഞ്ഞത് കേട്ടു ദേവിക ആകെ വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ ദേവിക രേവതിയുടെ അടുത്ത് ചെന്ന് ഇക്കാര്യം അറിയിക്കുകയാണ്. അതിന് ശ്രുതിക്ക് ഇതിനു മുമ്പ് കുഞ്ഞൊന്നും പിറന്നിട്ടില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ആലോചിച്ച് രേവതി ആകെപ്പാടെ ടെൻഷനാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് രേവതി. ശ്രുതി അപ്പോഴേക്കും ഡോക്ടറെ കണ്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയം ചായയുമായി വന്ന രേവതി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് പറയുന്നുണ്ട് രേവതി. ഈ വീട്ടിലെ നീയാണ് മൂത്ത മരുമകൾ, അപ്പോൾ രേവതിക്ക് മുമ്പ് നിനക്കായിരിക്കണം കുഞ്ഞ് ജനിക്കുന്നത് എന്നൊക്കെ ചന്ദ്രമതി പറയുന്നത് കേട്ട് രേവതി ആകെ ഷോക്കായി കയ്യിലുള്ള പാത്രം താഴേക്ക് എറിയാണ് കേട്ടോ. രേവതി ആകെ ഡള്ളായിരിക്കുന്നത് കണ്ട് വർഷ അവളുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യം അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ശ്രുതിയുടെ രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ കാര്യം രേവതി അവളെ അറിയിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ശ്രുതി പ്രഗ്നൻ്റ് ആയെന്നോ, ഇതിനെന്തോ ചതിയുണ്ട് ഏട്ടത്തി, ഇപ്പോൾ തന്നെ നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് വർഷ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ വേണ്ട വർഷ, ഇപ്പോൾ ഇത് ചോദിച്ചാൽ ഈ വീട്ടിൽ വലിയ പ്രശ്നമാവും, ഇക്കാര്യം നീ ആരോടും പറയരുത്. പിന്നെ കള്ളം ഒരുപാട് നാൾ നമുക്ക് മറച്ചു വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ, ഒരു നാൾ എല്ലാ സത്യങ്ങളും പുറത്തു വന്നോളെന്നൊക്കെ പറഞ്ഞ് രേവതി വർഷയെ തടയാണ്. പക്ഷേ റൂമിലെത്തിയ ഉടൻ തന്നെ വർഷ ഇക്കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനെ അറിയിക്കുന്നുണ്ട്. അത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് ശ്രീകാന്ത്. എനിക്കൊരു ഡൗട്ട്, ഇവർ ഫസ്റ്റ് കൺസീവ് ആയത് മാരേജിന് മുമ്പായിരിക്കോ അതോ മാരേജിന് ശേഷമായിരിക്കോ? ശ്രുതിക്ക് എക്സ് ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ വർഷ ചോദിക്കുമ്പോൾ മണ്ടത്തരം വിളിച്ച് പറയാതെ വർഷ, അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ശ്രുതിയേട്ടത്തിയോട് നേരിട്ട് പോയി ചോദിക്കാം, അങ്ങനെ പറഞ്ഞ് വർഷ പോയപ്പോൾ ശ്രീകാന്ത് അവളെ തടയുകയാണ്. പകരം സച്ചിയുടെ അടുത്ത് പോയി ശ്രീകാന്ത് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ഈ ശ്രുതി ഒരു ഫ്രോഡാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാ, പക്ഷേ ഇതുപോലൊരു കാര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പാർലർ അമ്മയെ പറ്റി ഇങ്ങനൊരു ഭൂതകാലം കേട്ടെങ്കിൽ അതിൽ എന്തോ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. ഏട്ടൻ ഇതാരോടും പറയല്ലേ എന്നും പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്നും പോവാണ്. പക്ഷേ സച്ചി ഉടനെ തന്നെ ഇതൊക്കെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ, അപ്പോൾ ശ്രുതി രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയാണോ ഹോസ്പിറ്റലിലോട്ട് പോയതെന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോൾ ശ്രുതി ഒരു ഫ്രോഡാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ അച്ഛ, ഈ കാര്യം അമ്മയ്ക്ക് നേരത്തെ അറിയാമായിരിക്കും, അമ്മ അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല, അച്ഛൻ ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നുണ്ട്. ഉടനെ അച്ഛൻ റൂമിലേക്ക് ചെന്ന് ചന്ദ്രമതിയോട് ഇക്കാര്യം സംസാരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ മരുമകളെ പറ്റിയാണോ നിങ്ങൾ അനാവശ്യം പറയുന്നത്? ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതേ ഉള്ളൂ, പിന്നെ എങ്ങനെ അവൾക്ക് കുട്ടി പിറക്കുന്നതെന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ ചന്ദ്രൻ നീ സത്യം പറഞ്ഞോ, നിനക്ക് ഇക്കാര്യം നേരത്തെ അറിയില്ലേ? നാട്ടിലെങ്ങാനും ഇതറിഞ്ഞാൽ നമുക്ക് അപമാനമാണെന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ സത്യമായിട്ടും എനിക്കിതേപ്പറ്റി അറിവില്ല, ശ്രുതി ഇതിനെക്കുറിച്ച് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇതൊന്നും സത്യമായിരിക്കല്ലേ എൻ്റെ ഈശ്വര, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് തെളിയിച്ചു തരാം, നിങ്ങൾ വായ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്നും പോവാണ്. ചന്ദ്രയെ വേണ്ട, ഇപ്പോൾ ഇതിനെപ്പറ്റി ശ്രുതിയോട് ചോദിക്കേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ തടയുമ്പോൾ ഇത് ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല, എടി ശ്രുതി വാതിൽ തുറക്കടി എന്ന് പറഞ്ഞ് ഡോറ് മുട്ടുകണ്ട ചന്ദ്രമതി. എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചു പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയാണ് കേട്ടോ ഡോറ് തുറക്കുന്നത്. അപ്പോൾ നിൻ്റെ പേര് ശ്രുതി എന്നാണോടാ, എവിടെയാടാ അവൾ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ അകത്തുണ്ട് എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. എടി ശ്രുതി പുറത്തേക്ക് വാടി, നീ പുറത്തേക്ക് വരുന്നോ ഇല്ലയോ എന്നൊക്കെ ചന്ദ്രമതി ഉറക്കെ ചോദിക്കുമ്പോൾ വീട്ടിലെല്ലാവരും ബഹളം കേട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നീട് ശ്രുതിയും പുറത്തേക്ക് വരുമ്പോൾ ചന്ദ്രമതി നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്തു പറ്റിയെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി നീ ആരാണ്, നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര അവളുടെ നേരെ ചെല്ലുന്നുണ്ട്. അമ്മ എന്താ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതാണോ, ഇതെൻ്റെ വൈഫ് ശ്രുതിയാണമ്മേ, കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുമ്പോൾ നീ പോടാ എൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയെ പിടിച്ചു മാറ്റുന്നുണ്ട്. ചന്ദ്ര നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നൊക്കെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ സമാധാനമായിട്ടിരിക്കും, സാധാരണ കാര്യമാണോ ഇത്, എനിക്ക് തല ചുറ്റുന്നു എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി. എന്താ ആൻറ്റി നിങ്ങൾക്ക് ഒട്ടും സുഖമില്ലേ എന്ന് ചോദിച്ച് ശ്രുതി ഒന്ന് തൊടുമ്പോൾ എൻ്റെ കൈ വിടടി എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവളെ തള്ളി മാറ്റുകയാണ്. നിന്നെ പറ്റി ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമെന്ന് ഞാൻ ഒട്ടും ചിന്തിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ അയ്യോ എന്നെ പറ്റി അമ്മയ്ക്ക് എന്തോ മനസ്സിലായതുപോലെയുണ്ടല്ലോ എന്നൊക്കെ ശ്രുതി
ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട്. ശേഷം ആൻറ്റി എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ, നിന്നെ പറ്റി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടി. നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് അത് പറയടി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്ന് പോലും മറക്കാതെ സത്യം പറഞ്ഞോളും. നീ ഇതിന് മുമ്പ് എപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്? അങ്ങനെ ചന്ദ്രമതി ഉറക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് ആകെ ഷോക്ക് ആവുന്നുണ്ട് ശ്രുതിക്ക്. ശ്രുതി വന്ന് അമ്മേ എന്തു പറ്റി നിങ്ങൾക്ക്? ശ്രുതി അതിന് ഇതുവരെ പ്രഗ്നൻ്റ് ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എടാ നീ വായടക്കടാ, എടി നീ പറയടി, ഇതിന് മുമ്പ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ ചന്ദ്രമതി വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് ആൻറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ് ശ്രുതി. ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാ നീ. നിന്നെ തലയിൽ കയറ്റി വെച്ച് ഇത്രയും നാൾ ആടുമായിരുന്നു ഞാൻ. ആ എൻ്റെ അടുത്ത് ഒന്നും മറക്കണ്ട. മറച്ചാൽ ഈ ചന്ദ്രമതി ആരാണെന്ന് നീ ഇപ്പോൾ അറിയും. സത്യം മാത്രം പറഞ്ഞാൽ മതി. ഇനി ഇതിനു മുമ്പ് ഗർഭിണി ആയിരുന്നോ ഇല്ലയോ? അങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. എന്താ ആൻറ്റി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന് പറഞ്ഞ് ശ്രുതി കരയാൻ കേട്ടോ. നീ ഹോസ്പിറ്റലിലേക്ക് പോയോ ഇല്ലയോ? അവിടെ വെച്ച് രണ്ടാമത്തെ പ്രഗ്നൻസി ചെക്ക് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞോ? അത് സത്യമാണോ എന്നൊക്കെ ചന്ദ്രമതി വീണ്ടും ചോദിക്കുന്നുണ്ട്. ശ്രുതി പേടിച്ച് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി അവളെ പിടിച്ച് വലിച്ച്, എടി പറയടി, എന്താടി ഇങ്ങനെ നിൽക്കുന്നേ? അവിടെ പോയിട്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്, പറയുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ ചോദിച്ച് അവളെ അടിക്കാനായി കൈ ഉയർത്തുകയാണ് ചന്ദ്രമതി. ചന്ദ്രൻ അവളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി മാറ്റി നിർത്തി ചോദിക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ വരുമ്പോൾ, എന്തിന് ഇപ്പോൾ ഈ കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് തെളിയിക്കണം? ഇപ്പോൾ തന്നെ സത്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ. എന്താ നടന്നതെന്ന് നീ മറുപടി പറയേ. ചോദിക്കുന്നത് കേട്ടില്ലേ, പറയാനല്ലേ പറഞ്ഞത്? അങ്ങനെ ചന്ദ്രമതി അവളെ പിടിച്ച് ചോദിച്ചപ്പോൾ അത് കേട്ട് ശ്രുതി പൊട്ടിക്കരയാണ് കേട്ടോ. ശേഷം അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അച്ഛാ ഇതെന്താ അമ്മ ചോദിക്കുമ്പോൾ മറുപടി ഒന്നും പറയാതെ പോയിരുന്ന് കരയുന്നത് എന്ന് സച്ചി അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി വന്ന്, ശ്രുതി എന്താ ഇവിടെ നടക്കുന്നത്? നീ എപ്പോഴാണ് ഹോസ്പിറ്റലിലോട്ട് പോയത്? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വിധിയെക്കുറിച്ചോർത്താ ഞാൻ കരയുന്നത്, മതിയോ എന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി അടുത്തേക്ക് വന്ന്, ശ്രുതി ഞാൻ ചോദിച്ചതിന് നീ ഇനിയും മറുപടി തന്നിട്ടില്ല എന്ന് ദേഷ്യത്തിൽ പറയുമ്പോൾ, അതെ ആൻറ്റി, ഞാൻ രണ്ടാമത്തെ തവണ പ്രഗ്നൻ്റ് ആകാത്തത് കൊണ്ടാണ് ചെക്കപ്പിന് പോയതെന്ന് ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. ശ്രുതി നീ എന്താ ഈ പറയുന്നത്? ഇത്രയും നാളായിട്ടും നീ ഒരു തവണ പോലും പ്രഗ്നൻ്റ് ആയിട്ടില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ഇല്ല ശ്രുതി, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് ശ്രുതി. അത് കണ്ട് ദേഷ്യം വന്ന ചന്ദ്രമതി, അത് കല്യാണത്തിന് മുമ്പോ അതിന് ശേഷമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി എഴുന്നേറ്റ് വന്ന്, എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ദേഷ്യത്തിൽ പറയുമ്പോൾ, എനിക്ക് നിന്റെ മറുപടി മാത്രം മതി, പറയടി എന്ന് പറഞ്ഞ് ചന്ദ്രമതി ബഹളം വെക്കുമ്പോൾ, ശ്രുതിയുടെ കുഞ്ഞ് തന്നെയായിരുന്നു ആൻറ്റി എൻ്റെ വയറ്റിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയാണ് കേട്ടോ. എന്താ മോളെ ഈ പറയുന്നത്? അപ്പോൾ കല്യാണത്തിന് ശേഷമാണോ നീ ഗർഭിണിയായത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, അതേ അങ്കിൾ എന്ന് പറയുന്നുണ്ട് ശ്രുതി. അതെപ്പോൾ ശ്രുതി ചോദിക്കുമ്പോൾ, കുറച്ച് മാസമായി ശ്രുതി ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട്. പക്ഷേ എന്ന് ശ്രുതി പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പക്ഷേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ചൂടാവുമ്പോൾ, എൻ്റെ കുഞ്ഞിപ്പോൾ ഈ വയറ്റിൽ ജീവിച്ചിരിപ്പില്ല ആൻറ്റി, അബോർഷനായി എന്ന് പറഞ്ഞ് ശ്രുതി കരയുമ്പോൾ ചന്ദ്രമതിയും ശ്രുതിയും ഒക്കെ ആകെ വല്ലാതാവുന്നുണ്ട്. അബോർഷനായെന്നോ ശ്രുതി ചോദിക്കുമ്പോൾ, അതേ ശ്രുതി, നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരാതെ പോയി എന്ന് ശ്രുതി കള്ളം പറയാണ്. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചന്ദ്ര ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. കൺഫേം ആയതിനു ശേഷം നിങ്ങളുടെ അടുത്ത് പറയാനിരുന്നത് ആൻറ്റി, പക്ഷേ ആ സമയത്താണ് എൻ്റെ അച്ഛൻ ജയിലിലായത്. എൻ്റെ മാമൻ വന്ന് പറഞ്ഞില്ലേ ആ കാര്യം. എൻ്റെ അച്ഛനെ അങ്ങനെ സംഭവിച്ചതറിഞ്ഞപ്പോൾ എൻ്റെ തലയൊക്കെ ചുറ്റി. ആരോടും ഇക്കാര്യം പറയാൻ എനിക്ക് തോന്നിയില്ല. നിനക്ക് പോലും ഇതറിയില്ല ശ്രുതി. ഞാൻ രാത്രി ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞു. അത് ആലോചിച്ച് ആ സ്ട്രെസ്സിൽ എൻ്റെ കുഞ്ഞ് അബോർഷനായി പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് ശ്രുതി. ചന്ദ്രമതിയുടെ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി ചെമ്പനീർ പൂ സീരിയലിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്